റോൾ മോഡൽ എന്നാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിത രീതികളും നേട്ടങ്ങളും സമൂഹത്തിലുള്ള അംഗീകാരവും സ്ഥാനവും കണ്ട് അവരെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ വ്യക്തിയെ ആരാധനയോടെ കാണുകയും അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്ന വ്യക്തികളെയാണ് റോൾ മോഡൽസ് എന്ന് വിളിക്കുന്നത്. നല്ലൊരു റോൾ മോഡലിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ രക്ഷിതാക്കളുടെ സംരക്ഷണയിലാണെങ്കിലും ആ കുഞ്ഞിൻ്റെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അത് കമിഴ്ന്നു വീഴുന്നതും എഴുന്നേൽക്കുന്നതും നടന്നു തുടങ്ങുന്നതും നടക്കാനും ഓടാനും ഒക്കെ പഠിക്കുന്നതും. രക്ഷിതാക്കൾ പേരിടിയിൽ കർമ്മം പോലും നിർവഹിച്ചു കഴിഞ്ഞാൽ പലതവണ പേര് വിളിച്ചാലും കുട്ടി പ്രതികരിക്കില്ല. എന്നാൽ ഈ പേരുപയോഗിച്ച് തന്നെയാണ് വിളിക്കുന്നതെന്ന് കുട്ടി സ്വയം മനസ്സിലാക്കുമ്പോഴാണ് വിളി കേൾക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഒരുപാട് കരഞ്ഞും ചിരിച്ചും പല കാര്യങ്ങളും പലരിൽ നിന്നും മനസ്സിലാക്കി വിദ്യയും അറിവും നേടി കുട്ടി അതിൻ്റേതായ ഒരു അടിത്തറ തന്നെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ട പ്രേരണ നൽകാൻ ആ അടിത്തറ ധാരാളമാണ്. ആ അടിത്തറയുടെ ശേഷിക്കനുസരിച്ച് ധാരാളം അവസരങ്ങൾ കുട്ടിയെ കാത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ സാമൂഹ്യ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിനെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ റോൾ മോഡലാക്കാൻ ആഗ്രഹിക്കുക പതിവാണ്. റോൾ മോഡലിൻ്റെ സമൂഹത്തിലെ സ്ഥാനവും നേട്ടങ്ങളും ആ വ്യക്തിയുടെ രൂപവും ശൈലികളുമൊക്കെ മനസ്സിലേക്ക് കയറിക്കൂടി ആ വ്യക്തിയെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കും. അവിടെ വെച്ചാണ് ദിശ തെറ്റുന്നത്. അനുകരണത്തിൻ്റെ പാതയിലേക്കാണ് കടക്കുന്നത് അറിയാതെ തന്നെ. സാമൂഹ്യമായോ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ ശാരീരികമായോ വൈകാരികമായോ അറിവിൻ്റെ കാര്യത്തിലോ മറ്റടിസ്ഥാനപരമായ ഒരു കാര്യത്തിലും റോൾ മോഡലുമായി ഒരു സാമ്യതയോ അർഹതയോ ഇല്ലാതെയാണ് അനുകരിക്കാൻ തയ്യാറാകുന്നത്. ചുറ്റുപാടുകളെല്ലാം തന്നെ ഇരുവർക്കും വേറിട്ടതാണ്. ആ അനുകരണം കൊണ്ട് വല്ല വിശേഷവുമുണ്ടോ? ആലോചിച്ചു നോക്കൂ. അതൊരിക്കലും വിജയിക്കില്ല. എന്നാൽ അതുവരെ മറികടന്നു വന്ന അനുഭവ പാഠങ്ങളെ റോൾ മോഡലാക്കിയാലോ? തുടർന്നുള്ള ഓരോ പ്രവൃത്തിയും കുറ്റമറ്റതാക്കാനും അതുവഴി അനവധി അവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. സ്വപ്രയത്നം കൊണ്ട് അതുവരെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന അടിത്തറ തകർത്തു കളയാതെ അവിടെ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും തേടിയെത്തുക തന്നെ ചെയ്യും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഓരോരുത്തരും റോൾ മോഡൽ ആക്കേണ്ടത് അവരവരുടെ അനുഭവങ്ങളെയാണ്, അല്ലെങ്കിൽ അനുഭവ പാഠങ്ങളെയാണ് എന്നതാണ്.